കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോയുടെ മുൻകാല ചോദ്യപേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ബികോമിന്റെ പേപ്പർ ആയിട്ടുള്ള BCOC 132 എന്നുള്ള ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയറുകളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്രെൻഡും പാറ്റേണും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന എക്സാം നമ്മുടെ ഡിസംബർ 2025 നടക്കാൻ പോകുന്ന ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ഒരു പേപ്പറിന്റെ എക്സാമിന് ഏകദേശം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക, നമ്മൾ ഏതായിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടി വരിക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ ബ്ലോക്കുകളായിട്ടും ഓരോ ബ്ലോക്കിനെ പിന്നീട് യൂണിറ്റുകളായിട്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ ബ്ലോക്കുകളാണ്, ഇനി ആ ഒരു ബ്ലോക്കിൽ തന്നെ ഏതൊക്കെ യൂണിറ്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്കൊരു ടൈം പരമാവധി സേവ് ചെയ്യാനും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ ഏതാണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോ ബ്ലോക്ക് വൈസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പ്ലാനിങ് ആവട്ടെ, ഓർഗനൈസേഷൻ ആവട്ടെ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, മാർക്കറ്റിംഗ്, HRM എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് വരാൻ പോകുന്ന ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെയാണ്, ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതേപോലെ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, എത്രത്തോളം പ്രോബിലിറ്റി ആണ് ഓരോന്നും വരാനായിട്ടുള്ളത് എന്നും അതോടൊപ്പം തന്നെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ഇതിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാത്രമല്ല അതിന്റെ ആൻസേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടാവുക നമ്മൾ ലേൺവൈസിന്റെ ആപ്പിനകത്തായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പഠനം നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ടൈം സേവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നന്നായിട്ട് നമുക്ക് ആ ഒരു എക്സാമിനെ നേരിടാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് മാപ്പിംഗ് ആണ് ഈ കാണുന്നത്. ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എക്സാം റെലവൻസോട് കൂടി തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടേബിളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഡിസംബർ 2020 മുതൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ഇതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്നുള്ള ടോപ്പിക്കാണ് ആദ്യം തന്നെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്നാണ് ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് എന്നൊരു ടോപ്പിക്ക് ഒരു തവണയാണ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളത്. ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഇൻഡസ്ട്രി ഉണ്ട്, അതും ലോ റെലവൻസിലാണ് വരുന്നത്. കൊമേഴ്സ് അത് അത്യാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഒരു ഹയർ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ്. എന്താണ് കൊമേഴ്സ് എന്നുള്ളത് 13 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഒന്നാമത്തെ ബ്ലോക്കിൽ നിന്ന് രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഭാഗത്തുനിന്ന് ഇന്നോവേഷൻ, അത് ഒരു മീഡിയം റെലവൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇതും ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ വേഴ്സസ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് 3 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് അതിന്റെ അപ്രോച്ചും അതുപോലെ തന്നെ സ്ട്രാറ്റജീസും ഇത് 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു ലോ റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആൻഡ് ഇൻക്യുബേറ്റർ ഇതും 2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് മൂന്നാമത്തെ യൂണിറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് എന്നുള്ള യൂണിറ്റിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഇതും 2 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം യൂണിറ്റിൽ നിന്ന് തന്നെ അപ്രോച്ചസ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതും 2 തവണ ചോദിച്ചിട്ടുണ്ട്. എത്തിക്സ് എന്താ എന്നുള്ളത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് 2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് 3 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്
പാരഡൈം ഷിഫ്റ്റ് ഓഫ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇതും തന്നെ 3 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 4ാമത്തെ യൂണിറ്റിൽ നിന്ന് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ് എന്നുള്ള യൂണിറ്റിൽ നിന്ന് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് ഇതൊരു തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇ കൊമേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് എന്താണ് ഇ കൊമേഴ്സ് എന്നുള്ളത്. ഇത് 4 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എം കൊമേഴ്സ് എന്താണ്, ഫ്രാഞ്ചൈസിങ് എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് ഓഫ്ഷോറിങ് എന്താണ്, ഇതൊക്കെ ഓരോ തവണയായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 5ാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് സോൾ ട്രേഡർ ഓർഗനൈസേഷൻ, അതേപോലെ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ, ചോയ്സ് ഓഫ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, പിന്നെ സോഷ്യൽ എന്റർപ്രൈസസ് ഇത് ഏകദേശം 2 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ 6ാമത്തെ യൂണിറ്റിൽ നിന്നാണ് ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷനും അതുപോലെ തന്നെ സോഷ്യൽ എന്റർപ്രൈസസ് അതുപോലെ തന്നെ പബ്ലിക് എന്റർപ്രൈസസ് എന്താണ് എന്നുള്ളത് 7ാമത്തെ യൂണിറ്റ് പബ്ലിക് എന്റർപ്രൈസ് എന്നുള്ള യൂണിറ്റിൽ നിന്നാണ്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പബ്ലിക് എന്റർപ്രൈസസ് എന്താണെന്നുള്ളത്. ഏകദേശം ഒരു 15 തവണയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹൈ റെലവൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് പബ്ലിക് എന്റർപ്രൈസ് എന്നുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം ലോ റെലവൻസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 3ഉം 4ഉം തവണയൊക്കെ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. 7ാമത്തെ യൂണിറ്റിൽ നിന്ന് 2 ക്വസ്റ്റ്യനും കൂടെ വന്നിട്ടുണ്ട്. ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസും അതുപോലെ തന്നെ ഗവൺമെന്റ് കമ്പനി എന്താണ് എന്നുള്ളതും ലോ റെലവൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. 2ാമത്തെ ബ്ലോക്കിലാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 8ാമത്തെ യൂണിറ്റ് ഇന്റർനാഷണൽ ബിസിനസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്ന് വൈ ഡു ഫേം ബിക്കം മൾട്ടിനാഷണൽ, എങ്ങനെയാണ് നമുക്ക് മൾട്ടിനാഷണൽ പറയാന്നുള്ളത്, അതേപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതിന്റെ ഫീച്ചേഴ്സ്, റീസെന്റ് ട്രെൻഡ്സ് ഇൻ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇതും 1ഉം 2ഉം തവണയൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും ലോ റെലവൻസ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ് ഓഫ് MNCs മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഇഷ്യൂസ് അതും 2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ 9ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കേട്ടോ. നമ്മൾ പ്ലാനിങ്ങിന്റെ 3ാമത്തെ ബ്ലോക്കിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് തന്നെയാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് എന്നുള്ളൊരു ടോപ്പിക് അത് പല രീതിയിൽ നമുക്ക് പ്ലാനിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്താണ്, അതുപോലെ തന്നെ വാട്ട് ഈസ് പ്ലാനിങ് ഇത് ഏകദേശം ഒരു 19 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല ഹൈ റെലവൻസ് ഉള്ളൊരു ടോപ്പിക്കാണ് എന്താണ് പ്ലാനിങ് എന്നുള്ളത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ഒരു ഡെഫിനേഷനും അതേപോലെ അതിന്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാനിങ്, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ്, ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്, പ്രോസസ് ഓഫ് പ്ലാനിങ് ഇങ്ങനെ അതൊക്കെ ഏകദേശം 10 തവണയൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലിമിറ്റേഷൻസ് മാത്രമേ ഒരു തവണ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഹൈ റെലവൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 3ാമത്തെ ബ്ലോക്കിൽ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള യൂണിറ്റ്. അത് തന്നെ ഫോർകാസ്റ്റിംഗ് ആസ് ആൻഡ് എലമെന്റ്സ് ഓഫ് പ്ലാനിങ് എന്നുള്ളത് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് പ്ലാനിങ് 10 തവണയാണ് വന്നിട്ടുള്ളത്. ഹൈ റെലവൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ് ഇതും 10 തവണ ചോദിച്ചിട്ടുണ്ട്. ഹൈ റെലവൻസോട് കൂടി പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഇതും ഒരു തവണ വന്നിട്ടുണ്ട്. പിന്നെ ഇത് 10ാമത്തെ യൂണിറ്റ് ഓർഗനൈസിങ് എന്നുള്ള യൂണിറ്റിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത് കേട്ടോ. അതിൽ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താന്നുള്ളത് 2 തവണ വന്നിട്ടുണ്ട്. പിന്നെ സ്പാൻ ഓഫ് കൺട്രോൾ, ഓർഗനൈസേഷൻ ചാർട്ട്, ഡെഫിനേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ഇത് 11ാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്ന ടോപ്പിക്കാണ്. ഇതൊക്കെ ഓരോ തവണ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോ റെലവൻസ് ഉള്ള ടോപ്പിക്കാണ്. ഇനി 11ാമത്തെ യൂണിറ്റിൽ നിന്ന് തന്നെ നീഡ് ഫോർ ഡിപ്പാർട്ട്മെന്റേഷൻ അതേപോലെ തന്നെ ബേസിസ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ഇതും തന്നെ ഓരോ തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ലോ റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി 12ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള യൂണിറ്റിൽ നിന്ന് ഡെലിഗേഷൻ എന്താണെന്നുള്ളത് ഒരു 3 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതേപോലെ 13ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കൺട്രോൾ എന്ന് ഡെഫിനിഷൻ ഓഫ് കൺട്രോൾ അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൺട്രോൾ, ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഏകദേശം 4 തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ലോ റെലവൻസ് കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ 13ാമത്തെ യൂണിറ്റിൽ തന്നെ സ്റ്റേജസ് ഇൻ കൺട്രോൾ പ്രോസസ്സ്, കൺട്രോളിന്റെ സ്റ്റേജസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഇതും ഒരു 4 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ ഇതും ഒരു തവണ വന്നിട്ടുണ്ട്. അതേപോലെ 14ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ എന്നുള്ള ടോപ്പിക് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതും 4 തവണ വന്നിട്ടുണ്ട്. പിന്നെ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. പക്ഷെ അത്ര ഹൈ റെലവൻസിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ലോ റെലവൻസിലാണെങ്കിൽ ഒരു 3ഉം 4ഉം ഒക്കെ തവണയായിട്ട് റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഉണ്ട് കേട്ടോ. പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്.
അതോടൊപ്പം തന്നെ ഹൗ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്, എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആക്കാം എന്നുള്ളത് 3 തവണ വന്നിട്ടുണ്ട്. പിന്നെ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ, മോട്ടിവേഷനും അത്യാവശ്യം വരാറുണ്ട് കേട്ടോ. 15ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അതിന്റെ കൺസെപ്റ്റ് ചോദിക്കാറുണ്ട്, നേച്ചർ ചോദിക്കാറുണ്ട്, പ്രോസസ്സ് ചോദിക്കാറുണ്ട്, പിന്നെ അതിന്റെ റോൾസ് ചോദിക്കാറുണ്ട് മോട്ടിവേഷന്റെ. പിന്നെ മോട്ടിവേഷന്റെ തിയറീസും 1 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ലോവർ ലെവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, അതേപോലെ തന്നെ ലീഡർഷിപ്പ് എന്നൊരു കൺസെപ്റ്റ്, എന്താണ് ലീഡർഷിപ്പ്, ലീഡർഷിപ്പിന്റെ സ്റ്റൈൽ ഏതൊക്കെയാണ്, എന്താണ് ലീഡർഷിപ്പ് എന്നുള്ള ഏകദേശം ഒരു 16 തവണയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹയർ റെലവൻസോട് കൂടി തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലീഡർഷിപ്പിന്റെ ടോപ്പിക് കേട്ടോ. പിന്നെ ലീഡർഷിപ്പിന്റെ സ്റ്റൈല്, ഫങ്ഷൻസ് ഓഫ് ലീഡർഷിപ്പ്, കൺസെപ്റ്റ്, ടീമിന്റെ കൺസെപ്റ്റ്, ടീം ബിൽഡിംഗ് എന്നുള്ള 17ാമത്തെ യൂണിറ്റ് വന്നിട്ടുള്ളതാണ്. എന്താണ് ആ ടീം എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ടീം, ടീം ബിൽഡിംഗ് എങ്ങനെയാന്നുള്ളത്, ഇതൊക്കെ 2 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 18ാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന പ്രൈസിങ്ങിന്റെ ബേസിക്സ് എന്തൊക്കെയാണെന്നത് 1 തവണ ചോദിച്ചിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിംഗിന്റെ ഡെഫിനിഷൻ, ഇത് ഏകദേശം ഒരു മീഡിയം റെലവൻസോട് കൂടി പഠിക്കേണ്ട ടോപ്പിക്കാണ്, എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് കേട്ടോ. പിന്നെ മാർക്കറ്റിംഗിന്റെ കൺസെപ്റ്റ് 1 തവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് 7 തവണയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയ റെലവൻസോട് കൂടി തന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് മാർക്കറ്റിംഗ് എന്താണ് എന്നതിന്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ് 1 തവണ ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഇത് 3 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒബ്ജക്റ്റീവ്സും 3 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഇതും ലോവർ അലവൻസിൽ വരുന്നതാണ്. പിന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് എന്താണ് മാർക്കറ്റിംഗ് എന്നുള്ളത് ഏകദേശം മീഡിയ റെലവൻസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 20ാമത്തെ യൂണിറ്റിലോട്ട് പോകുന്ന സമയത്ത് ഡെഫിനിഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് 3 ടൈംസ് വന്നിട്ടുണ്ട്. ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് 3 ടൈംസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്കിൽസ് ഓഫ് HR പ്രൊഫഷണൽസ്, അത് 1 തവണ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഡൈനാമിക്സ് ഓഫ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻസ്, ഇതും 1 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എംപ്ലോയി എൻഗേജ്മെന്റ്, ഇതും 1 തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ലോവർ റെലവൻസ് കാറ്റഗറിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എക്സാം റെലവൻസോട് കൂടി വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു ബാർ ചാർട്ടാണ് ഈ തന്നിട്ടുള്ളത്. ഇത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഏകദേശം നമുക്ക് ഒരു ബാറിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. കൂടുതലായിട്ട് ഫസ്റ്റ് ബ്ലോക്ക് എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. പിന്നെ തേർഡ് ബ്ലോക്ക് എന്ന്, അത് കഴിയുമ്പോൾ 2ഉം 5ഉം ആയിട്ട് ലാസ്റ്റ് ആണ് 4ാമത്തെ ബ്ലോക്ക് വരുന്നത്. പിന്നെ ഇത് അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് കേട്ടോ. ഏകദേശം യൂണിറ്റ് വൈസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ ബ്ലോക്കിലും ഏത് യൂണിറ്റുകളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. ഇനി നമുക്കൊരു ഹൈ yield ടോപ്പിക്സ് ആണ് നമ്മൾ പറയുന്നത്. കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു 3 ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് പ്ലാനിങ് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങും ഡിസിഷൻ മേക്കിങ്ങും അതിനകത്ത് വരുന്ന ലീഡർഷിപ്പും യൂണിറ്റ് 9 അതുപോലെ തന്നെ 16 ഒക്കെ വരുന്ന ടോപ്പിക്കുകൾ ഏകദേശം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ, പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഒരു 19 തവണയെങ്ങാണ്ട് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ടോപ്പിക്. അപ്പൊ അത് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ലീഡർഷിപ്പിന്റെ ടോപ്പിക്കും ഒരു 16 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ പബ്ലിക് എന്റർപ്രൈസസ് യൂണിറ്റ് 7 എന്നുള്ള പബ്ലിക് എന്റർപ്രൈസസ്, അതുപോലത്തെ ഒരു ഏകദേശം ഒരു 15 തവണയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമ്മളൊരു കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ ആണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്ന്. ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് 20 മാർക്കിന്, അത് 20 മാർക്ക് ചിലപ്പോൾ ഒന്നിച്ച് ഒരൊറ്റ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചിലപ്പോൾ 5ഉം 15ഉം ആയിരിക്കും. അല്ലെങ്കിൽ 10ഉം 10ഉം ആയിട്ട് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 350 മുതൽ ഒരു 450 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. 15 മുതൽ 20 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസിന് കേട്ടോ. ഇനിയിപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് എങ്കിൽ ഒരു 80 മുതൽ 120 വേർഡ്സ് എങ്കിലും നമ്മളത് എഴുതിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും 4 5 ടോപ്പിക്ക് തന്നിട്ട് അതിനകത്ത് ഒരു 4 ടോപ്പിക് എടുത്ത് എഴുതാനായിട്ട് എല്ലാത്തിനും 5 മാർക്ക് വീതം എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അത് ചിലപ്പോൾ റൈറ്റ് എ നോട്ട് അല്ലെങ്കിൽ എന്താ എക്സ്പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അതൊരു 80 to 150 വേർഡ്സ് എങ്കിലും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പേജ് നമ്മൾ പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും എഴുതുന്ന ശൈലി വ്യത്യസ്തമാണ്. അപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ലൈൻ എഴുതുമ്പോൾ അതിനകത്ത് അത്യാവശ്യം വേർഡ്സ് ഇൻക്ലൂഡ് ആയിരിക്കും. പക്ഷെ ചില ആൾക്കാർ എഴുതുന്ന സമയത്ത് അത്രയും വേർഡ്സ് ഇൻക്ലൂഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. പല സൈസിലാണല്ലോ എല്ലാവരും എഴുതുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ പേജ് നമ്പർ പറയാതെ വേർഡ്സ് തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ ഒരു എഴുതുമ്പോൾ ഒരു വരിയിലും അതുപോലെ തന്നെ ഒരു പേജിലും ഏകദേശം എത്രത്തോളം വേർഡ്സ് വരും നമുക്കറിയാലോ. അപ്പൊ അതിന്റെ ബേസിൽ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി എടുത്തേക്കണം.
പിന്നെ ഡിസ്റ്റിങ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് 5 മാർക്കിനോ 10 മാർക്കിനോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 120 to 180 വേർഡ്സ് എങ്കിലും നമ്മൾ അതിനകത്ത് എഴുതിയുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക. പിന്നെ നമ്മളോട് ഇങ്ങനെ കമന്റ് ചെയ്യാനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബ്രീഫ്ലി കമന്റ് ഓൺ അല്ലെങ്കിൽ കമന്റ് ഓൺ എനി ടു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് 5 മാർക്ക് മുതൽ 10 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു 80 to 120 വേർഡ്സ് എങ്കിലും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ മാക്സിമം എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു ആവറേജ് ബ്ലോക്ക് വൈസിൽ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ ബ്ലോക്ക് ഒന്ന് അതിൽ കൂടുതലായിട്ട് നമുക്ക് ടൈറ്റിൽ അതിന്റെ ഒരു കണ്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് ആണ്. ഏകദേശം ഒരു 26.7 ആണ് നമുക്കൊരു മാർക്ക്. ഏകദേശം എത്ര മാർക്കാണ് ആ ഒരു ബ്ലോക്ക് ഒന്ന് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഒരു 26.7 ഒക്കെ നമുക്ക് 100 മാർക്കിലോട്ട് ഈ ഒരു ഫസ്റ്റ് ബ്ലോക്ക് ഒന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പെർസെൻറ്റേജ് പറയുമ്പോൾ 26.7% എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ബിസിനസ് എന്റർപ്രൈസിന് ഏകദേശം ഒരു 17.8 മാർക്സിനാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിം പെർസെൻറ്റേജ് തന്നെയാണ് വരുന്നത്. സെയിം പെർസെൻറ്റേജ് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതുന്നത് 100 മാർക്കിലോട്ടാണ്. പെർസെൻറ്റേജ് നമ്മൾ 100ലോട്ട് തന്നെ പറയുന്നത് രണ്ട് വാല്യൂ ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. മൂന്നാമത്തെ ബ്ലോക്ക് ആയിട്ടുള്ള മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്നുള്ള യൂണിറ്റിൽ നിന്ന് ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒരു 33.3% ക്വസ്റ്റ്യൻസ് ആ ഒരു മാർക്കിനുള്ളത് വരാറുണ്ട്. പിന്നെ ബ്ലോക്ക് 4 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ലീഡർഷിപ്പ് എന്നുള്ള ബ്ലോക്കിൽ നിന്ന് ഏകദേശം ഒരു 15.6%ഉം ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതേപോലെ തന്നെ ഫിഫ്ത്ത് ബ്ലോക്ക് ആയിട്ടുള്ള ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്നൊരു 6.7% ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതുവരെയുള്ളതിന്റെ ഒരു ആവറേജ് മാർക്സ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ. അതിന്റെ ഒരു ട്രെൻഡാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാറ്റേൺ തന്നെ ഇപ്പൊ ലോങ് ടേം അല്ലെങ്കിൽ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു 74% നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. 100% നമുക്കത് ചോദിക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഒരു 8 to 9% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ബ്രീഫ്ലി കമന്റഡ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ടൈപ്പ് ഏകദേശം 6% ആണ് ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തൊരു ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റഡ്ലി ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പ് 10 വരുന്ന ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഏകദേശം എത്ര മാർക്കിന് ഏത് ബ്ലോക്കിൽ ഏത് യൂണിറ്റിൽ നിന്നൊക്കെ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് അപ്പിയറൻസ് ആണ്. നമുക്ക് ഈ ഓരോ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അത് വരുന്ന സമയത്ത് 20 മാർക്കിനൊക്കെ ആയിട്ടായിരിക്കും. ഏകദേശമൊക്കെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം, ഡെഫിനിഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങനെ എഴുതാനായിട്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്ലാനിങ് ആൻഡ് എക്സാമിങ് ഇറ്റ്സ് നേച്ചർ, സ്കോപ്പ്, പ്രോസസ്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ആ കൺസെപ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനേഷനൊക്കെ എഴുതിയിട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നാച്ചുറൽ സ്കോപ്പും പ്രോസസ്സും ഒക്കെ എഴുതി കൊടുത്താൽ മതി. 10 തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് കമ്പയർ ട്രഡീഷണൽ കൊമേഴ്സ് വിത്ത് ഇ കൊമേഴ്സ്, ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ട്രഡീഷണൽ കൊമേഴ്സും ഇ കൊമേഴ്സും ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അതിനെ ഹൈലൈറ്റിംഗ് ചെയ്യുന്ന ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും അതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരിക്കും. 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് അനലൈസ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ മോർ എഫക്റ്റീവ്. ഇന്ന് 4 ടൈം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4th ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ ലീഡർഷിപ്പ് ആൻഡ് ഡിസ്കസ് മേജർ ലീഡർഷിപ്പ് സ്റ്റൈൽസ്, ഫങ്ഷൻസ് ആൻഡ് കീ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും തന്നെ 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 5th ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫൈൻ എ കമ്പനി ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് ടൈപ്പ്, ക്ലാസിഫിക്കേഷൻസ് ആൻഡ് മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതും 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കമ്പനി എന്താണോ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ്, ടൈപ്സ് ആൻഡ് പ്രോസസ് ഓഫ് ഇന്നോവേഷൻ ഇൻ ബിസിനസ്.
3 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 7th വൺ, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് സ്റ്റേജസ് ഓഫൻ ലിങ്ക്ഡ് വിത്ത് മാർക്കറ്റിംഗ് മിക്സ് ഓ പ്രോഡക്റ്റ് പോളിസി. പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ലിങ്ക് ചെയ്തിട്ട് വേണം, ലിങ്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വേണം അതിന്റെ ആൻസർ നമ്മൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് മിക്സ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എഴുതി കംപ്ലീറ്റ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8th വൺ പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് തിയറീസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോട്ടിവേഷൻ. 3 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 9th വൺ പറയുന്നത് എക്സ്പ്ലെയിൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ് ചേഞ്ചിങ് പാരഡിയം ഓർ ബെനിഫിറ്റ്സ്. ഇതും തന്നെ 3 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൈസിംഗ് വിത്ത് റെഫറൻസ് ടു കോസ്റ്റ് ഓറിയന്റഡ് ആൻഡ് ഡിമാൻഡ് ഓറിയന്റഡ് അപ്രോച്ചസ്. ഇതും തന്നെ 2 ടൈംസ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ടോപ്പ് 10 നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു 10 ടോപ്പിക്കുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ. ഇതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ പറയുന്നത്, ഏകദേശം എങ്ങനെയായിരിക്കും എന്നുള്ളത്. പ്ലാനിങ്, അതിന്റെ കൺസെപ്റ്റ്, നേച്ചർ, സ്കോപ്പ്, പ്രോസസ്സ്, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് 3ാമത്തെ ബ്ലോക്കിൽ 9ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗിലാണ് വരുന്നത്. 10 തവണയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. ഏകദേശം ഒരു ആവറേജ് മാർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 22.2 ആണ്. നെക്സ്റ്റ് ഇ കോമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കൊമേഴ്സ്, 1ാമത്തെ ബ്ലോക്കിൽ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കാണ്. 4 ടൈംസ് ആണ് ഈ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുള്ളത്. 8.9% ആണ് നമുക്ക് അതിൻ്റെ ഒരു 8.9 ആണ് നമുക്ക് ആവറേജ് മാർക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ബാരിയേഴ്സും അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ്സും 4ാമത്തെ ബ്ലോക്കിൽ 14ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. 4 ടൈംസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8.9 ആണ് ഇതിന്റെ ആവറേജ് മാർക്ക് നമുക്ക് കിട്ടുന്നത്. പിന്നെ ലീഡർഷിപ്പ്, അതിന്റെ സ്റ്റൈലും ഫങ്ഷൻസും ട്രേറ്റ്സും, ഇതും 4th ബ്ലോക്കിൽ 16th യൂണിറ്റിൽ വരുന്നതാണ്. 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 6.7 തന്നെയാണ് ആവറേജ് മാർക്ക് വരുന്നത്. പിന്നെ കമ്പനി ഡെഫിനേഷൻ, അതിന്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻസ്, 2ാമത്തെ ബ്ലോക്കിൽ 5ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ്. 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സെയിം ആണ് ഇതിന്റെ മാർക്സ്, 6.7. ഇന്നോവേഷൻ, അതിന്റെ മീനിങ്, ടൈപ്സ്, പ്രോസസ്സ്, 1ാമത്തെ ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ്. 3 ടൈംസ് തന്നെയാണ്. 6.7 ആണ് ഇതിന്റെ ആവറേജ് മാർക്സ് വരുന്നത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിന്റെ മാർക്കറ്റിംഗ് മിക്സും പ്രൊഡക്റ്റ് കൺസെപ്റ്റും വെച്ചിട്ട് നമ്മളത് എഴുതണം. 5ാമത്തെ ബ്ലോക്കിൽ 18ാമത്തെ യൂണിറ്റിൽ വരുന്നതാണ്. 3 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ്. 6.7 തന്നെയാണ് ആവറേജ് മാർക്സ് വരുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷൻ ആൻഡ് കൺസെപ്റ്റ്, നേച്ചർ, തിയറീസ്, 4th ബ്ലോക്കിൽ 15th യൂണിറ്റിൽ വരുന്നതാണ്. 3 ടൈംസ് തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 6.7 ആണ് ഇതിന്റെ ഒരു ആവറേജ് മാർക്സ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, ഇത് 1ാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. 3 ടൈംസ് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6.7 തന്നെയാണ് ആവറേജ് മാർക്സ്. നെക്സ്റ്റ് പ്രൈസിങ്, കോസ്റ്റ് ഓറിയന്റഡ് ആൻഡ് ഡിമാൻഡ് ഓറിയന്റഡ്, 5th ബ്ലോക്കിലാണ് 18ാമത്തെ യൂണിറ്റിൽ 2 തവണയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. 4.4 ആണ് നമുക്ക് ഇതിന്റെ ഒരു ആവറേജ് മാർക്സ് കാണിക്കുന്നത്. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ പൈ ചാർട്ടാണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഏകദേശം ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് കവർ ചെയ്യുന്നത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏകദേശം എത്ര പെർസെന്റേജിനാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ ഒരു അഡ്വൈസ് പാനലിന്റെ ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് എഴുതി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം 3 മണിക്കൂറായിരിക്കും നമുക്ക് എക്സാം ഉണ്ടാവുക. അപ്പൊ ആ ഒരു 3 മണിക്കൂറിൽ 150 മിനിറ്റിന് എങ്ങനെ നമ്മളതിനെ ഒന്ന് അറേഞ്ച് ചെയ്താലാണ് നമുക്ക് പ്രോപ്പറായിട്ട് എക്സാം എഴുതി തീരാന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് നമ്മളൊരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം എഴുതുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളൊരു ഔട്ട്ലൈൻ നമ്മൾ അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു 12-15 മിനിറ്റിനകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എസ്സേ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നേരത്തെ നമ്മൾ ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മളിങ്ങനെ ആലോചിച്ചിരുന്ന് എഴുതുമ്പോഴേക്കും അത് സമയം കഴിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പൊ ആദ്യം ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, പിന്നെ ഒരു 12 to 15 മിനിറ്റ്സ് എടുത്തിട്ട് ആ ഒരു ടോപ്പിക്ക് നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് 1-2 മിനിറ്റിൽ അത് എഴുതിയത് അത്രയും ഓക്കെ ആണോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ഈ രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു 180 മിനിറ്റ്സിനകം തന്നെ നന്നായിട്ട് തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സെൽഫായിട്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ നന്നായിട്ട് എഴുതി പഠിക്കാനായിട്ടൊന്ന് ശീലിക്കുന്ന, എഴുതി ശീലിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് നന്നായിട്ട് അത് എഴുതി പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. പിന്നെ 1-2 തവണയൊക്കെ അത് റിവൈസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി നമ്മളൊരു ടോപ്പിക്കിന്റെ ഒരു പ്രോബിലിറ്റി പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എത്രത്തോളം വരാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ ഓരോ ടോപ്പിക്കും ഇനി ഈ വരുന്ന എക്സാമിന് ഏകദേശം എത്രത്തോളം വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ റെലവൻസ് ഒക്കെ പറയുന്ന സമയത്ത് ഹൈ, മീഡിയം, ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഹൈ നമ്മൾ കൂട്ടുന്നുണ്ടാവുക 70 എബോവ് ആണെങ്കിലായിരിക്കും നമ്മളത് ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയാ. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 40 to 69 നമുക്ക് മീഡിയം കൊടുക്കുക. ലോ എന്ന് പറയുമ്പോൾ ബിലോ 40 ആണെങ്കിലാണ് നമ്മൾ എന്ത് പറയാ, ലോ കാറ്റഗറി എന്ന് പറയുന്നുണ്ടാവാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിങ്ങിന്റെ കൺസെപ്റ്റ്, നേച്ചർ, സ്കോപ്പ്, പ്രിൻസിപ്പിൾ, പ്രോസസ്സ്. ഇതിന്റെ പ്രോബിലിറ്റി ഏകദേശം ഒരു 77.8% ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. അത് തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 9 ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, മൂന്നാമത്തെ ബ്ലോക്കിൽ. നെക്സ്റ്റ് HRMന്റെ ഡെഫിനിഷന്, ഫങ്ഷൻസ്, HRMന്റെ പ്ലാനിങ്, എൻഗേജ്മെന്റ്സ്. ഇങ്ങനെ 66.7% ആണ് ഇനിയും വരാനുള്ള പ്രോബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. യൂണിറ്റ് 20 ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇങ്ങനെ 66.7% ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഓർഗനൈസേഷനിൽ നിന്ന് ഓർഗനൈസേഷൻ സ്ട്രക്ചേഴ്സ്, അതിന്റെ ചാർട്ട്, മാനുവൽസ്, അതിന്റെ ലൈൻ ഫംഗ്ഷനിങ്, അത് ലൈൻ സ്റ്റാഫ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക. 66.7% മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് ഇതും വരുന്നത്. നെക്സ്റ്റ് മോട്ടിവേഷൻ, കൺസെപ്റ്റ്, പ്രോസസ്സ്, തിയറീസ് ആൻഡ് ഇൻസെന്റീവ്സ്. ഇന്ന് 55.6% ചോദിക്കാൻ ഇനിയും ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. ലീഡർഷിപ്പ്, കൺസെപ്റ്റ്, സ്റ്റൈല്, ഫങ്ഷൻസ്, ക്വാളിറ്റീസ്. ഇതും തന്നെ 55.6% ആണ്. മീഡിയം കാറ്റഗറി ആണ്. മാർക്കറ്റിംഗ് ബേസിക്സ്, അതിന്റെ ഡെഫിനിഷൻസ്, കൺസെപ്റ്റ്, പ്രൊഡക്റ്റ്, മാർക്കറ്റ് മിക്സ്. ഇതും സെയിം ആണ്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യനിലാണ് വരുന്നത്. നെക്സ്റ്റ് ഒന്നാമത്തെ യൂണിറ്റ് കൊമേഴ്സ്, ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ടോപ്പിക്. അതിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസും അതിന്റെ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഇതും തന്നെ മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. യൂണിറ്റ് 2 പോകുമ്പോൾ ഇന്നോവേഷൻ, മീനിങ്, ടൈപ്സ് ആൻഡ് പ്രോസസ്സ്. ഇത് തന്നെ 44.4% ആണ്. മീഡിയം റെലവൻസ് ആണ് വരുന്നത്. ഇ കൊമേഴ്സ്, എം കൊമേഴ്സ് വേഴ്സസ് ട്രഡീഷണൽ കൊമേഴ്സ്. ഇത് തന്നെ 44.4% വരുന്നുണ്ട്. വരാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറിയിലാണ് അതും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഫിഫ്ത്ത് യൂണിറ്റ് എന്നുള്ള കമ്പനി ഫോംസ്, ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്, ക്ലാസിഫിക്കേഷൻസ്. ഇന്ന് തന്നെ മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ കോപ്പറേറ്റീവ് ഫോം, ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇത് മീഡിയം കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് കൺസെപ്റ്റ്, ഇതിന്റെ സ്റ്റെപ്സ്, ലിങ്ക് വിത്ത് പ്ലാനിങ്. ഇതും മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, സോഴ്സസും. നമുക്ക് ഡിബഞ്ചേഴ്സും അതുപോലെ തന്നെ ലീസൊക്കെ യൂസ് ചെയ്തിട്ട് അത് എഴുതേണ്ടത് മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്. ഇത് 33.3% ആണ്. അപ്പോൾ ലോ റിലവൻസ് ക്വസ്റ്റ്യൻ ആണ്. മേക്ക് ഇൻ ഇന്ത്യ വേഴ്സസ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതും 33.3 ആണ്. നെക്സ്റ്റ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, ട്രെൻഡ്സ്, ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ്. ഇതും തന്നെ 22.2%. ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ലോ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 14th യൂണിറ്റ് എന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ, അതിന്റെ ബാരിയറും ഹൗ ടു മേക്ക് ഇറ്റ് എഫക്റ്റീവ്, എങ്ങനെ നമുക്ക് അതിനെ എഫക്റ്റീവ് ആക്കാം എന്നുള്ളതും ഇതും ലോ റെലവൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 18th യൂണിറ്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിന്റെ സ്റ്റേജ്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്. ഇത് ലോ കാറ്റഗറിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പ്രൈസിങ്, ബേസിക്സ്, കോസ്റ്റ് ആൻഡ് ഡിമാൻഡ് ഓറിയന്റഡ് മെത്തേഡ്സ്. ഇതും 22.2 ആണ്. ലോ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇനി 7th യൂണിറ്റ് എന്നുള്ള പബ്ലിക് എന്റർപ്രൈസസ്, ഡെഫിനിഷൻസ്, സ്കീംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇതും തന്നെ ലോ കാറ്റഗറിയിലാണ് വരുന്നത്. 11.1% ആണ് നമ്മൾ ഇനി വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ളത് എങ്ങനെ നമുക്ക് ആ ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും ഏകദേശം എത്രത്തോളം വന്നിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഹൈയും മീഡിയം ഒക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്ത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ആ ഒരു പ്ലാനിങ് എന്നുള്ളൊരു ടോപ്പിക്ക് 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ഏകദേശം 7 ടൈംസും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ CSR, ബിസിനസ് എത്തിക്സ് ഒക്കെ എന്നുള്ള ടോപ്പിക്ക് അതും അത്യാവശ്യം 6 ടൈംസ് ഒക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റ് 10 ഒരു ടോപ്പിക്ക്, അതും തന്നെ 6 ടൈംസ് ഒക്കെ ചോദ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ ഏകദേശം ഓരോന്നും എത്ര തവണ ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. HRM 6 ടൈംസ് ഉണ്ട്, മോട്ടിവേഷൻ 5 ടൈംസ് ഉണ്ട്, ലീഡർഷിപ്പ് 5 ടൈംസ് ഉണ്ട്, മാർക്കറ്റിംഗ് ബേസിക്സ് 5 ടൈംസ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ്, ബിസിനസ്, പ്രൊഫഷൻ എന്നുള്ളതും 5 ടൈംസ് ഉണ്ട്, ഇന്നോവേഷൻ 4 ടൈംസ് ഉണ്ട്, പിന്നെ ഇ കൊമേഴ്സും അതുപോലെ തന്നെ എം കൊമേഴ്സും അതും 4 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ കമ്പനിയുടെ ഫോം അതും ഒരു 4 ടൈംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ കോപ്പറേറ്റീവ് ഫോം അതും തന്നെ 4 ടൈംസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ്
4 ടൈംസ് വന്നിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അത് അത്യാവശ്യം ഒരു 4 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 19th യൂണിറ്റ് എന്നാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. ഇനി പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഹൈ പ്രയോറിറ്റി ഏതൊക്കെയാണ്, അതിന്റെ ഒരു പ്രോബിലിറ്റി അനുസരിച്ചിട്ട് ഇപ്പോൾ പ്ലാനിങ് നമുക്ക് ഏകദേശം ഒരു 70% ഒക്കെ ഇനിയിപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ എന്താണ് ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി പ്ലാൻ ചെയ്യാം എന്നുള്ളത് ഇപ്പൊ തന്നെ ഒന്ന് സെറ്റാക്കി വെക്കുക. അതുപോലെ തന്നെ മീഡിയം പ്രോബിലിറ്റി, അതുപോലെ തന്നെ ഹൈ yield ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 to 69% വരുന്നതിന് നമ്മൾ മീഡിയം കാറ്റഗറിയിൽ വരുന്നുണ്ടാവുക. ഇപ്പോൾ പീപ്പിൾ ആൻഡ് ബിഹേവിയർ ടോപ്പിക്സ്, അതിന്റെ HRM, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ. അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളത് ഉണ്ടാവും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മളോട് തന്നെ പറഞ്ഞിട്ട് പഠിക്കാം, അല്ലെങ്കിൽ എഴുതിയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡ്സ് പോലത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലാണോ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക, ആ രീതിയിൽ നിങ്ങൾ നന്നായിട്ടത് പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ലോ കാറ്റഗറിയിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 ബിലോ വരുമ്പോഴാണ് നമ്മളിതിനെ ലോ കാറ്റഗറി ക്വസ്റ്റ്യൻസിലോട്ട് പറയുന്നുണ്ടാവുക കേട്ടോ. ഇനി നമുക്ക് നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 100 മാർക്കിലോട്ട് 3 മണിക്കൂറിന്റെ എക്സാം ആണ് നമുക്ക് വരിക. ഏകദേശം എല്ലാം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും 5 ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരിക. പിന്നെ അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് ഇനി നമുക്ക് വരാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാവും എന്നുള്ളതിന്റെ ഒരു പ്രഡിക്റ്റീവ് ഫോമാറ്റ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റിലാണ് വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എന്ന് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇക്കണോമിക് activities and distinguish between business, profession and employment with suitable examples. അതിലെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡിസ്കസ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോഡേൺ ബിസിനസ് ആൻഡ് ഷോ ഹൗ ദേ റീകൺസൈൽ പ്രോഫിറ്റ് വിത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. 5 മാർക്കിനും 15 മാർക്കിനും അങ്ങനെയാണ് 20 മാർക്ക് വന്നിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ 4ാമത്തെ യൂണിറ്റ് അല്ലെ എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. ഇത് രണ്ടും കൂടെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബിസിനസ് ഇന്നോവേഷൻ, സ്റ്റേറ്റ് ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ഇൻ ബിസിനസ്. അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാമിൻ ഹൗ ഇനിഷ്യേറ്റീവ്സ് സച്ച് ആസ് ഡിജിറ്റൽ ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹാവ് എൻകറേജ്ഡ് ദ ഗ്രോത്ത് ഓഫ് ഇ കോമേഴ്സ് ആൻഡ് എം കോമേഴ്സ് ഇൻ ഇന്ത്യ. ഇതും തന്നെ 5ഉം 15ഉം മാർക്സിനാണ് വരുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ 3rd യൂണിറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എത്തിക്സ് എന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ മെയിൻ ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് CSR ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഷുഡ് ഗൈഡ് ബിസിനസ് ഡിസിഷൻ ഇൻ ഇന്ത്യ. ഇതും 5ഉം അതുപോലെ തന്നെ 15 മാർക്സിനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിലെ 5th യൂണിറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അത് യൂണിറ്റ് 6ലുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്നാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് വരുന്നത്. ഡിസ്ക്രൈബ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ആൻ എന്റർപ്രണർ ഷുഡ് കൺസിഡർ വൈൽ ചൂസിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ആണ് കമ്പയർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി ഫോം ഓർഗനൈസേഷൻസ് വിത്ത് റെഫറൻസ് ടു ഓണർഷിപ്പ്, ലയബിലിറ്റി, മാനേജ്മെന്റ് ആൻഡ് കണ്ടിന്യൂറ്റി. എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 5ഉം അതുപോലെ തന്നെ 15 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ബ്ലോക്കിലെ 7th യൂണിറ്റ് എന്നാണ്. പബ്ലിക് എന്റർപ്രൈസസ്, അതുപോലെ തന്നെ യൂണിറ്റ് 8 ആയിട്ടുള്ള ഇന്റർനാഷണൽ ബിസിനസ്, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്നുള്ള ഏരിയ എന്നാണ് വന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് ഇന്ത്യ. അതിൽ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ മേജർ ഇഷ്യൂസ് ആൻഡ് കോൺട്രവേഴ്സീസ് റിലേറ്റിംഗ് ടു മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓപ്പറേറ്റിംഗ് ഇൻ ഇന്ത്യ. ഇതാണ് 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ വരുന്നിട്ടുള്ളത് 3rd ബ്ലോക്കിലെ 9th യൂണിറ്റ് എന്നാണ്. പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ള യൂണിറ്റ് എന്നാണ്. ഡിഫൈൻ പ്ലാനിംഗ് ആസ് എ മാനേജീരിയൽ ഫങ്ഷൻസ് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് കീ ക്യാരക്ടറിസ്റ്റിക്സ്. സെക്കൻഡ് പാർട്ട് വരുന്നത് ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്ലാനിംഗ് പ്രോസസ് ആൻഡ് highlighting the main limitations of planning faced by managers. ഇത് 5 മാർക്കിന് 50 മാർക്സിന് തന്നെയാണ് ചോദിക്കുന്നത്. ഇനി 7th വൺ പറയുന്നത് 3rd ബ്ലോക്ക് എന്ന് 10th യൂണിറ്റ് ഓർഗനൈസേഷൻ എന്നും അതുപോലെ തന്നെ 12th യൂണിറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡിസെൻട്രലൈസേഷൻ എന്നുള്ള ടോപ്പിക് യൂണിറ്റിനും കൂടെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ in an enterprise. അതിൽ സെക്കൻഡ് പാർട്ട് വരുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ ഇൻ ലാർജ് ഓർഗനൈസേഷൻസ്. ഇത് ഒരു ക്വസ്റ്റ്യൻ 8 മാർക്സിനും സെക്കൻഡ് ക്വസ്റ്റ്യൻ
12 മാർക്സിനുമാണ്. അങ്ങനെ 20 മാർക്സിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4th ബ്ലോക്കിലെ 15th യൂണിറ്റ് ആയിട്ടുള്ള മോട്ടിവേഷനും 16th യൂണിറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പും വരുന്നതാണ്. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് സ്റ്റേറ്റ് എനി 2 തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇൻ ബ്രീഫ്. അതിലെ നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ഹൗ ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് ലീഡർഷിപ്പ് ഇൻഫ്ലുവൻസ് എംപ്ലോയി മോട്ടിവേഷൻ ആൻഡ് പെർഫോമൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഇനി ഇതിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4ാമത്തെ ബ്ലോക്കിലെ യൂണിറ്റ് 14 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷനിൽ നിന്നും 17 ആയിട്ടുള്ള ടീം ബിൽഡിംഗ് എന്നും 5th ബ്ലോക്ക് ആയിട്ടുള്ള യൂണിറ്റ് 18 വന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റിലും യൂണിറ്റ് 19 ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും യൂണിറ്റ് 20 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നത്. റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒരു 4 പേരെഴുതാനാണ്, അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതിന്റെ നോട്ട്സ് ആണ് നമുക്ക് എഴുതേണ്ടത്. എന്താണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാണ് വേണ്ടത്. അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് ടേം വരുന്നത് ടീം ബിൽഡിംഗ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഓരോന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 4 നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 5 ടോപ്പിക്കാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ എഫക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. മറ്റൊന്ന് ഓർഗനൈസേഷന്റെ പ്രോസസ്, ടീം ബിൽഡിങ്ങിന്റെ പ്രോസസ് ആണ്. ഒരു ഓർഗനൈസേഷനിൽ ടീം ബിൽഡ് ചെയ്യാനുള്ള പ്രോസസ് ആണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ഇറ്റ്സ് മാനേജീരിയൽ ഇംപ്ലിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്. ഇങ്ങനെ 5 ടോപ്പിക് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 4 നമ്മൾ അറ്റൻഡ് ചെയ്താൽ 5 മാർക്ക് വീതം 4 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു രൂപത്തിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പൊ ഇത്രയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. ആൻസേഴ്സ് നമുക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ അവൈലബിൾ ആണ്. നമ്മൾ ലേൺബേസിന്റെ ആപ്പിനകത്താണ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. നല്ലൊരു വിജയം ഞാൻ നേരുന്നു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഓൾ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.